എൻ്റെ മോൾക്കൊരു 2.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഒരു കുടുംബിനിയായിട്ട് ഞാൻ അങ്ങനെ അവിടെ ജീവിച്ചു. ആൾക്ക് വേണ്ടി ഞാനൊരു 4 പോത്തിനെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിനോട് പറയണതിന് മുന്നേ ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. എന്നെ പിടിച്ച് നിലത്തിറക്കിയിട്ട് ആദ്യം ആൾ ചോദിക്കണം, ഈശ്വര എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നാട്ടുകാരോട് എന്ത് പറയും? അപ്പോഴും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നോ അല്ലെങ്കിൽ കുട്ടി എവിടെയാണോ, കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ എനിക്കത് സമ്മതിക്കാം. അപ്പോൾ അതവർക്ക് ഭയങ്കര നാണക്കേട് പോലെ ഫീലായി. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി സ്ഥലത്ത് ഒരു അഫയർ ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ അഫയറിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ആ ഒരു ബോണ്ട് കട്ടായി പോകില്ലേ, അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അരിവാളിൻ്റെ ഷേപ്പിലൊരു കത്തി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആളുടെ കഴുത്തിൽ വെച്ചിട്ട് പറയണം, നീ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിക്കും, നീ സത്യം പറഞ്ഞു, നീ അത് ആർക്കാ കൊടുത്തത്? ഞാൻ പാടത്ത് പോയി കിടക്കില്ലല്ലോ. അപ്പോൾ പാടത്ത് പോയി അന്വേഷിച്ചെന്നല്ലാതെ തൊട്ടപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ ആൾ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ വായിക്കുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് മീനിങ് മനസ്സിലാവുന്നത്. ഇനി മാധവിക്ക് മെസ്സേജ് അയച്ചിട്ട് മാധവിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഇല്ല, അയച്ചോളൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. എത്ര കഷ്ടപ്പെട്ട് ട്രോളർമാർ കുത്തിയിരുന്ന് എഴുതി അടിച്ച സാധനം. ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഗ്രൂപ്പിൽ ഓരോ സ്റ്റിക്കറൊക്കെ മലയാളത്തിൽ, ഞാൻ പ്ലീസ് മലയാളത്തിൽ ഇടല്ലേ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയുമോട്. 5 വയസ്സായി, ഇതൊരു വിധത്തിൽ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഭാരം കൂടുകയാണ്. അതുകൊണ്ടാണോ ഇറങ്ങിപ്പോയത്, അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഡിവോഴ്സ്? എൻ്റെ മോൾക്കൊരു 2.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് 2.5 വയസ്സായപ്പോഴാണ് ആ ഒരു അഫയർ. ഞാൻ അപ്പോഴായിരിക്കും ഉണ്ടാവും, എനിക്കറിയില്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആൾ എൻ്റെ അടുത്ത്, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആളുടെ ഫോൺ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ ആളുടെ ഫോൺ ലൈക്ക് നമുക്ക് കള്ളത്തരം കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ അടുത്തുനിന്ന് ഫോൺ ഹൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജ് ഹൈഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ആൾ 2 അടിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ ആൾക്ക് ബോധമില്ല. അപ്പം ഞാൻ റൂമിലും ഹാളിലും കിടക്കുമ്പോൾ ഹാളിൽ കിടന്ന ആൾ വർത്താനം പറയുമ്പോൾ ആളുടെ വിചാരം ഞാൻ ഒന്നും കേൾക്കണില്ല എന്നാണ്. അപ്പം ഇതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൾ ഉറങ്ങിയതിന് ശേഷം ആളുടെ കുറേ വാട്സപ്പ് ചാറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് ആൾ അപ്പോൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ കോൾ റെക്കോർഡ്സ്, ആളൊരു മെമ്പർ ആയിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ ഈ കോൾ റെക്കോർഡ്സ് എല്ലാം ആൾ നിർബന്ധമായിട്ട് സൂക്ഷിക്കുമായിരുന്നു, എല്ലാവരുടെയും കോൾ റെക്കോർഡിന് ആവശ്യം വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 2-3 കോൾ റെക്കോർഡ്സ് എല്ലാം ഞാൻ എടുത്ത് ഞാൻ കൺഫേം ചെയ്തു, ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തു. കാരണം ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരാൾക്ക് വേണ്ടി അവിടെ അങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ആളായിട്ട് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു കുടുംബിനിയായിട്ട് ഞാൻ അങ്ങനെ അവിടെ ജീവിച്ചു. ആൾക്ക് വേണ്ടി ഞാനൊരു 4 പോത്തിനെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. പോത്തിനെ വളർത്തിയതല്ലേ വീട് നോക്കാൻ? പോത്തിനെ എനിക്ക് അധികം കാലം നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും ആ ഒരു 3-4 മാസം എന്താണോ, അത് അത്ര ഈസി അല്ലല്ലോ. തീർച്ചയായും. അല്ല, ഒരു കുടുംബം പോറ്റാൻ ഒരു സ്ത്രീ ഏതറ്റവും വരെ പോകുന്നതാണ്. കാരണം അവർക്ക് എന്ത് നമ്മളല്ല, എനിക്ക് ആ ബീറ്റ്സ് തയ്ച്ചിട്ട് 25 രൂപ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പെയിൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി? നമുക്കത് നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞിനൊരു ഭക്ഷണം, അപ്പോൾ നമ്മൾ എന്ത് പണിക്കും പോകും. 1 രൂപയ്ക്ക് കിട്ടുന്നതോ 2 രൂപയെന്നല്ല, നമ്മളത് പണിയെടുത്തത് കൂട്ടി വെക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ കൂട്ടി വെച്ചാൽ ഒറ്റയടിക്കങ്ങ് പോകും. അത് വേറെ വിധം. എന്നിട്ട് കൺഫേം ആക്കിയിട്ട്, അപ്പോൾ കൺഫേം ആക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പോൾ ആളുടെ അടുത്ത ഒരു കൂട്ടുകാരനുണ്ട്, വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആള് എന്താ പറയുക, ലൈക്ക് ആളും ഷോക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. അതൊക്കെ കേട്ടപ്പോൾ കുറച്ച് ഷോക്ക്ഡായി. പിന്നെ ആളിങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെത്രയും ഫ്രണ്ട്സാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവളെയാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ എന്താ പറയുക, ഫ്രണ്ടിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, എനിക്കറിയില്ല. ഞാൻ പിന്നെ അടുത്തത് പറഞ്ഞത് എൻ്റെ ബ്രദറിനോടാണ്, കാരണം എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റണില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ബ്രദറിനോട് പറയണതിന് മുന്നേ, ഈ ഫ്രണ്ടിനോട് പറയണതിന് മുന്നേ ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ചോദിച്ചു പോലും ഇല്ല, ചോദിച്ചതല്ല. സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആൾ വരുമെന്ന്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആൾ വരുമെന്ന്. ആള് കുളത്തിൽ കുളിക്കാൻ പോയി തിരിച്ച് വരുന്ന സമയത്താണ് ഇത് ചെയ്യണേ. എൻ്റെ വിചാരം ആൾ കുറച്ചും കൂടി കഴിയും വരാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ ആൾ ഓടി വന്ന് ഞാനിത് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ച് നിലത്തിറക്കിയിട്ട് ആദ്യം ആൾ ചോദിക്കണം, ഈശ്വര എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നാട്ടുകാരോട് എന്ത് പറയും?
കുരുക്കിട്ടായിരുന്നു. ആ, ഞാൻ ഹാങ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നാട്ടുകാരോട് എന്ത് പറയും? അപ്പോഴും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നോ അല്ലെങ്കിൽ കുട്ടി എവിടെയാണെന്നോ, കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല, തൊട്ടടുത്ത ആളുടെ ചേട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ മോളായിട്ട് ഭയങ്കര അടുത്ത കണക്ഷനാണ്, നല്ല ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ മോളെ അവിടെ ആക്കിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ അത് ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ചോദിച്ചില്ലായിരുന്നോ? ചോദിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം. അതെ, ചോദിച്ചപ്പോൾ ആള് സമ്മതിക്കണേ ഇല്ല. ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് സമ്മതിക്കണില്ല. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് എന്താ പറയുക, അത്ര പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതുപോലെ അറിയാത്ത പൊട്ടിയല്ല ഞാൻ. അപ്പോൾ 22-23 വയസ്സായി. അപ്പോൾ എനിക്ക് അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ഇതല്ല. അപ്പോൾ വ്യക്തി ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും വ്യക്തിനെ അറിയാമായിരുന്നോ? അറിയാം. ചോദിച്ചില്ലേ അവരോട്? ഇല്ല, ഞാൻ അവരോട് ചോദിച്ചില്ല. ഞാൻ എന്താ പറയാ, നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്കിന് അവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? രണ്ടുപേരും കൂടെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആ ഒരു റെക്കോർഡ് ഇവിടുന്ന് സംസാരിച്ച് അവിടെ വരെ പോകുന്നതിൻ്റെ ഫുൾ ഞാനിങ്ങനെ അത് കേൾക്കുമ്പോൾ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കേൾക്കുന്ന റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ആള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവരുടെ വീട് വരെ നടന്നു പോയി, ലൈക്ക് പോകുമ്പോൾ സംസാരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ഡോറ് ഓപ്പൺ ചെയ്യുന്ന പറയുന്ന ആ ഒരു റെക്കോർഡ് വരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടുണ്ട്. അതിൽ മുന്നേയും ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വൈകുന്നേരം ലൈക്ക് ജോലിക്ക് പോകുമ്പോൾ ഈ ലൈക്ക് ടീനേജേഴ്സൊക്കെ ചെയ്യില്ലേ, ജോലിക്ക് ലൈക്ക് കോളേജിൽ പോകുമ്പോൾ കാണാൻ നിൽക്കുക, തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എന്താ പറയുക, ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പിന്നിൽ നിന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, അതെല്ലാം ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ അടുത്ത ദിവസം തന്നെ അവൻ വരാം, നമുക്ക് എന്താ വെച്ചാൽ സംസാരിച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, അടുത്തത് എന്താന്ന് നോക്കട്ടെ. അപ്പോൾ ഈ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്, ഞാൻ 100% ഉറപ്പ് പറയാം, അങ്ങനെയൊന്നും ഉണ്ടാവും. അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാൻ പ്രതീക്ഷ വിട്ടു. ആ ഒരു ഫാമിലി ലൈഫിൽ ഞാൻ ഇനി ഹാപ്പിനെസ് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ ജോലിക്ക് ആ സമയത്ത് പോയിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു മാരേജ് ലൈഫ് എനിക്ക് സെറ്റ് ആവില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഫുള്ളി ഡിപ്പെൻഡഡ് ആയിരുന്നു ആളെന്നെ, ഭയങ്കരമായിട്ട്. എന്താ പറയുക, അതുവരെയും ഞാൻ എങ്ങനെയോ കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ എനിക്ക് ആൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്രയും കെയർ ചെയ്തിട്ട് ഞാൻ ആളെ നോക്കിയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ആളെ കെയർ ചെയ്ത് നോക്കിയിരുന്നു. കാരണം ആൾക്ക് ഞാൻ ഭക്ഷണം വാരി കൊടുക്കും, കൈയും കാലൊക്കെ അമർത്തി കൊടുക്കും, ഫുൾ മസാജ് ചെയ്ത് കൊടുക്കും, രാത്രി കിടക്കുമ്പോഴായാലും അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്രയും സ്നേഹത്തോടെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം എന്താ പറയുക, ആ ഒരു ബോണ്ട് കട്ടായി പോകില്ലേ, അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. പിന്നെ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ ഈ ഒരു സംഭവം ചെയ്തതിൻ്റെ പ്രതികാരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി സ്ഥലത്ത് ഒരു അഫയർ ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ അഫയറിൻ്റെ ആവശ്യമില്ലല്ലോ. ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ എനിക്ക് അങ്ങനെ ഒരു അഫയറിൻ്റെ ആവശ്യമില്ല ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു എല്ലാവരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു, ഒരു ഫാമിലി പോലെ ആയിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാംഗ്വേജസ് അറിയാം. അപ്പോൾ ഈ ട്രാൻസ്ലേഷനാണ് എനിക്ക് കൂടുതൽ വർക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ ഒരു എന്താ പറയുക, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരെ വിളിക്കും. അപ്പോൾ ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തമിഴ് തെലുഗു ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്കറിയാം. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ഇവർക്ക് ഈ മീഡിയംസ് എല്ലാം വരുമ്പോൾ ഇവർക്കൊരു ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ഈ ട്രെയിനിങ് ഒരു 7 days ഒക്കെ ആവും ഉണ്ടാവും. അപ്പോൾ ഇവരൊരു റിസോർട്ടിൽ ഇവരെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നത്. അവർക്ക് മടുപ്പ് തോന്നാൻ പാടില്ലല്ലോ ഈ ട്രെയിനിങ് സമയത്ത്. അങ്ങനെ ചെയ്തിട്ടാണ് ഒരു 4 days അല്ലെങ്കിൽ 7 days ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ആ ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ എന്താ പറയുക, എനിക്ക് ഓഫീസ് ടൈമിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും, ചിലപ്പോൾ ലേറ്റ് ആവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് ആളുടെ അമ്മോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, അപ്പോൾ എനിക്ക് പോകണം. അപ്പോൾ ആൾ ഓക്കെ പോയിക്കോളൂ. അപ്പോൾ എന്താ പറയുക, അത്രയും സപ്പോർട്ടീവായിരുന്നു ആൾ. പോയിട്ട് വരുമോ, ജോലിയല്ല ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും ആൾക്ക് സംശയം, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് ആ ജോലിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ റിസോർട്ടിലേക്ക് വരെ ആളെ കൊണ്ടുപോയിട്ടുണ്ട്. ലൈക്ക് ഇതാണ്, ഇത്ര പേരുണ്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും എന്താ പറയുക, ഒരു 50 years ഏജ് മുതൽ
25-30 ഇയേഴ്സ് ഏജ് വരെയുള്ള ആൾക്കാർ ആ ട്രെയിനിങ് പോയിന്റിൽ വരാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ വന്ന ഒരു 4 ദിവസത്തെ ആൾക്കാരായിട്ട് എനിക്ക് എന്ത് ബന്ധം ഉണ്ടാവാനാണ്? മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ ആളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്, പെൺകുട്ടികളും ആണുങ്ങളായിട്ടും ആളോട് തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് എന്നെക്കുറിച്ചായാലും അങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുമല്ലോ, അതുപോലെ ആളായിട്ട് പരിചയപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് കഴിഞ്ഞ് അതിൽ ട്രെയിനിങ്ങിൽ ലാസ്റ്റ് ഡേ എൻ്റെ താലിമലയുടെ കുളത്തെന്തോ അകത്തി പൊട്ടിപ്പോയി, അങ്ങനെ എന്തോ ഉണ്ടായിട്ട് താലി വീണ് പോയി. പക്ഷെ അത് ഞാൻ മനഃപൂർവ്വം താലി കളയില്ല. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഞാൻ അനുഭവിച്ച ഒരു വേദന, വിഷമം, ആളുടെക്ക് എന്താണെന്ന് വെച്ചാൽ ആൾ കെട്ടിയ താലി ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പം ഞാൻ മനഃപൂർവ്വം ആർക്കോ കൊടുത്തു എന്നുള്ള പോലെ. ഒരു അരിവാളിൻ്റെ ഷേപ്പിലൊരു കത്തി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആളുടെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, നീ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിക്കും, നീ സത്യം പറഞ്ഞു, നീ അത് ആർക്കാ കൊടുത്തേ? പുള്ളി തന്നെ പുള്ളിയുടെ കഴുത്തെ വെച്ചിട്ട് നീ ഇത് ആർക്കാ കൊടുത്തേ? അത് പിന്നെ എൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും, നീ ഇത് ആർക്കാ? അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, വല്ലാണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു. ആ ഒരു രാത്രി എനിക്ക് അടുത്ത ദിവസം വീണ്ടും ട്രെയിനിങ് ഉണ്ട്, പോകണം. പക്ഷേ ഈ രാത്രി ഞാൻ വീടെത്തുമ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് അത്രയും വയ്യ, പനിയൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് മോളെ ഉറക്കിയിട്ടാണ് നോക്കുക. അപ്പോൾ ആൾ ഉറങ്ങണില്ല, ആൾ കഴിച്ചിട്ടുണ്ട്, ഉറങ്ങാണ്ടിരുന്ന് ഇതുപോലുള്ള ഒരു പ്രാന്ത് കാണിക്കുക. ശരിക്കും സത്യം പറ, നീ ആർക്കാ കൊടുത്തേ? നീ അത് ആർക്കാ കൊടുത്തേ? എൻ്റെ ഓഫീസിലുള്ള ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പറയാം, നീ അവൾക്കാണോ കൊടുത്തേ? നീ ഇവനാണോ കൊടുത്തേ? സത്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കാനാണെങ്കിൽ എനിക്ക് താലി മാത്രമായിട്ട് കൊടുക്കണ്ടല്ലോ, എനിക്ക് താലിമാലയും കൂടി കൊടുത്തൂടെ? ഞാനങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇതെല്ലാം എനിക്ക് വിഷമം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്തെ റൂമിലാണ് ആളുടെ അമ്മ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ആളറിഞ്ഞു. ആൾ പറഞ്ഞു, ഇതിപ്പോൾ മനഃപൂർവ്വം ആരും കളയില്ലല്ലോ, വന്ന് കയറി കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം പോകാതെ പറ്റില്ല, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ പോയി ഓഫീസിൽ പോയി, എന്നിട്ട് ഫുള്ള് ഇന്നലെ ഞങ്ങൾ തലേദിവസം വരുമ്പോൾ ഉള്ള ഒരു വഴി എവിടെയാണോ അവിടെ മൊത്തം പോയി അവസാനം ആളത് കണ്ടെത്തി. റോട്ടിൽ തന്നെ വീണ് കിടക്കുമായിരുന്നു, അത് കിട്ടി. അപ്പം അത് കിട്ടിയത് കൊണ്ട് പിന്നെ ഓക്കെ ആയി ആൾ. പക്ഷെ അതുവരെയും ആ ഗോൾഡ് പോയതിൻ്റെ വിഷമത്തിലാണോ അതോ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓൾറെഡി ഒരു ഈഗോ വരുമല്ലോ, ആൾ ജോലിക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോയി അന്ന് എനിക്കൊരു 23-25 രൂപ ശമ്പളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിലീഗോ ഉണ്ടായിട്ടുണ്ടാവും. മെയിലീഗോ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ കാണിക്കേണ്ടത്. ജോലിക്ക് പോയി അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ട് വേണം ആ ഒരു മെയിലീഗോ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോഴും ഈ പൈസ എനിക്ക് കിട്ടിയാലും ഞാൻ ആൾക്ക് കൊടുക്കും. വീട്ടിൽ മാനേജ് ചെയ്തിട്ട് ആളെപ്പോഴും എന്നോട് 500, 1000, 300, 200, 100 പോലും ആൾ മേടിച്ചോണ്ടോ. അപ്പോൾ ഇത് ഞാൻ ആൾക്ക് കൊടുക്കും. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ പൈസയിൽ ഇപ്പോൾ ആളുടെ പെങ്ങൾ ഫസ്റ്റ് ടൈം ജോലിക്ക് പോയപ്പോൾ വീട്ടിൽ വന്ന അമ്മയ്ക്ക് 500 കൊടുത്തു, കുട്ടിയുടെ കയ്യിൽ പൈസ കൊടുത്തു, അങ്ങനെയെല്ലാം കൊടുത്തിട്ട് പോയി. എനിക്ക് ഫസ്റ്റ് ടൈം ജോലിക്ക് പോയിട്ട് ഞാൻ എൻ്റെ പേരൻസിന് ഈവൻ ഒരു ചായ പോലും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ ആയിരുന്നു എനിക്ക് ആ ഒരു ഫാമിലി ലൈഫ്. എനിക്ക് ഒട്ടും എന്താ പറയുക സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ എന്താ പറയുക ഇത്രയും എനിക്ക് പറയാൻ കിട്ടുന്നുള്ളൂ. ഓർക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മുന്നോട്ട് പോവാണ്. അതെ, നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് നമ്മളതിൽ നിന്ന് റിക്കവർ ആയല്ലോ. അതായത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്തല്ലോ. പിന്നെ ഇത് കഴിഞ്ഞ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, 2 വീലറിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഈ ജോലി ഞാൻ ആ സമയത്താണ് നിർത്തണത്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് അടുത്ത ഒരു ജോലിയിൽ കയറി. അവിടെ 1 മാസം ആണ് ഞാൻ ജോലിക്ക് പോയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആളന്ന് മെമ്പറൊന്നും ആയിരുന്നില്ല. അടുത്ത ആൾ മെമ്പറായിട്ട് കയറി. ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. നമ്മൾ അവിടുത്തെ മീറ്റിംഗ് ടൈമിൽ ഇവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞു. ആക്ച്വലി അവിടുത്തെ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറുടെ കൂടെ ഇരുന്ന് ഓഫീസിലിരുന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇത് ക്ലിയർ ആയിട്ട് ക്യാമറ വിഷ്വൽസ് കാണിച്ചു കൊടുത്തു. ഇന്ന സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കത് വിശ്വാസമില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കുറേ ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെങ്ങനെ ഫീൽ ചെയ്യും, എനിക്ക് ഇൻസൾട്ട് ആവോ, അങ്ങനെയൊന്നും ആൾ ചിന്തിക്കാതെ ഭയങ്കര ഒരുപാട് പൊട്ട ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും ലൗഡ്ലി എന്നെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. എന്താ പറയുക, എനിക്കിതുപോലെ ഒന്നും സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പോലെ ഞാൻ സംസാരിച്ചു.
അത് കഴിഞ്ഞ് എന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ആൾ പോയി. ആൾക്ക് അപ്പോഴും കുടിച്ച് ബോധമില്ലാത്തൊരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇതെല്ലാം ചെയ്യണത്. ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോയപ്പോൾ എന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ റിലേറ്റീവാണ്. ആളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇനി അവിടെ നിൽക്കണ്ട, ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ തന്നെ കാണണ്ടേ, അപ്പോൾ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ പോയി. അന്നത്തെ രാത്രി ഫുള്ള് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ ആൾ കുറേ അന്വേഷിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക, കസ്റ്റമേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യണം. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന സമയത്ത് ഓഫീസ് ഫോൺ വേറെ, എൻ്റെ ഫോൺ വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഓഫീസിലെ ഡോക്യുമെൻറ്റ്സിൽ ഫോട്ടോ ഉണ്ടാവും, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എനിക്കിപ്പോൾ അവരോട് ഫോട്ടോ കളക്ട് ചെയ്തേ പറ്റുള്ളൂ, അതെൻ്റെ വർക്കിൻ്റെ ഒരു ഭാഗമാണ്. കളക്ട് ചെയ്യുമ്പോൾ ആൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ പിന്നെ എനിക്ക് പിറ്റേ ദിവസം അവരോട് വീണ്ടും ചോദിക്കാൻ പറ്റുമോ? എന്നോട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഫോണിൽ പാസ്വേഡ് വെക്കാൻ പാടില്ല, ലൈക്ക് എനിക്കൊരു പ്രൈവസി പാടില്ല. അങ്ങനെ ഒരു ലൈക്ക് വീടിൻ്റെ മെയിൻ ഡോറിനൊഴിച്ച് 2 ബെഡ്റൂമിനും ലോക്കില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രൈവസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റൂമിൽ കയറി എന്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആൾ കുടിച്ച് കഴിഞ്ഞ് വന്ന് രാത്രിയിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കഴുത്ത് പിടിച്ച് നിൽക്കുക, കൈ പിടിച്ച് തിരിക്കുക, കാല് പിടിച്ച് തിരിക്കുക. ഉറക്കത്തില്ലല്ലേ രാത്രി? ഉറങ്ങാൻ ഞാൻ ടെലികോളിംഗ് ജോലിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം നമുക്ക് മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് ജോലി വരുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ അത്രയും സംസാരിച്ചിട്ട് വീട്ടിൽ വന്ന് നമുക്ക് ഉറക്കമാണ് മെയിൻ. അപ്പോൾ ഞാൻ സാധാരണത്തെക്കാൾ കുറച്ച് കൂടുതൽ ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ 10 മണി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പേടിയാണ്, ഇനി അടുത്തത് എന്താണോ എന്നുള്ളൊരു പേടിയാണ്. 11 മണി, 12 മണി, 1 മണി, 2 മണി വരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് എനിക്ക് അവിടെ ഇത് കട്ട് വീഴുമ്പോൾ അവർ പോയി കിടന്നുറങ്ങും. പിന്നെ എപ്പോഴാണ് ഇറങ്ങി ഇങ്ങോട്ടേക്ക്? അത് ലാസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ രാത്രി ഫുൾ അവിടെ ആയിരുന്നു. ഒരാളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, കാണാണ്ടായപ്പോൾ. പിന്നെ ആൾ തിരിച്ചു വന്നപ്പോൾ ആൾ ലോക്ക് ചെയ്ത കാര്യം ആളെന്നെ മറന്നു പോയിട്ട് ഡോറ് ചവിട്ടി പൊളിക്കായിരുന്നു, ചവിട്ടുക. അവിടെ നിന്ന് തുറക്കാൻ പറഞ്ഞു. ഞാനല്ല ലോക്ക് ചെയ്തിട്ടില്ല, ആൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. എന്നിട്ട് ആളെന്നെ ലോക്ക് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ എന്നെ കണ്ടില്ല. അപ്പം ഞാൻ എൻ്റെ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, എൻ്റെ ഫോൺ മാത്രമേ ഞാൻ കയ്യിലെടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ അധികം ദൂരം പോയിട്ടില്ല എന്നുള്ളത്. അവിടെ അടുത്തൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ എവിടെ ആൾ അന്വേഷിച്ചിട്ടില്ല. പിന്നെ പാടത്തൊക്കെ എന്നെ വിളിച്ച് എൻ്റെ പേരിങ്ങനെ ഉറക്ക വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവിടെ. അപ്പം ഞാൻ പാടത്ത് പോയി കിടക്കില്ലല്ലോ. അപ്പോൾ പാടത്ത് പോയി അന്വേഷിച്ചെന്നല്ലാതെ തൊട്ടപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ ആൾ അന്വേഷിച്ചിട്ടില്ല എവിടെയാണെന്ന്. അപ്പോൾ രാത്രി മുഴുവൻ കാണാണ്ടായിട്ട് എവിടെയാണെന്ന് ആൾ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് എപ്പോഴും ആൾക്കൊരു ആത്മഹത്യ ഭീഷണി ആണ് കൂടുതൽ. എന്താ പറയുക, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ എനിക്കിത് സഹിക്കട്ടപ്പോൾ ഞാനൊരു ദിവസം ഞങ്ങളുടെ പരിധിയിൽ വരുന്ന സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി അതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ലൈക്ക് അവരുടെ വീട്ടുകാർക്ക് നാണക്കേട് പോലെ. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ എനിക്കത് സമ്മതിക്കാം. അപ്പോൾ അതവർക്ക് ഭയങ്കര നാണക്കേട് പോലെ ഫീലായി. ഞാനത് ചെയ്തത് ഇനി ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് മറുപടി പറയും? ഒരു മെമ്പറായിട്ട് ഇനി കുടിച്ച സമയത്ത് അവർക്ക് എന്താ തോന്നണേന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ ഫാമിലിയിൽ അവരുടെ അമ്മാവന്മാർ ഈ ഒരു രീതിയിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ആൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ലേ. അപ്പോൾ ഞാനത് മുൻകൂട്ടി കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ഈ ഒരു രാത്രിക്ക് ശേഷമാണ് നെക്സ്റ്റ് ഡേ അതിനൊരാഴ്ച മുന്നേ ഞാൻ എൻ്റെ മോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സാം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഞാൻ മോളെ വീട്ടിൽ കൊണ്ടാക്കി. കാരണം ഇവിടെ എപ്പോഴും ഡെയിലി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആളുടെ മകൾക്ക് ഡെലിവറി ടൈമൊക്കെ ആയപ്പോൾ ആൾ പോയി. അപ്പം ഞാനും ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് ഇതെല്ലാം ഒരു എന്താ പറയുക ട്രോമ പോലെയാണ്. മോൾക്ക് ഇതൊക്കെ മനസ്സിലാവുമായിരുന്നു? ഓ, നന്നായി മനസ്സിലാവും. ഇപ്പോഴും കുട്ടിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. കുഞ്ഞു മനസ്സിൽ പെട്ടെന്ന് ആയിട്ട് കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം വാടകയ്ക്ക് വീടെടുത്ത് മാറിയോ? അല്ല, ആക്ച്വലി ഞങ്ങളൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്. അവിടെയായിരുന്നു ഞാൻ ഇപ്പം ഇത്രയും ദിവസം താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വീട് മാറിയിട്ട് 2 മാസം എന്തോ ആയിട്ടുള്ളൂ. അവിടെ എന്താ പറയുക, അവിടെ ഒരിക്കൽ വന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുക. അത് എൻ്റെ ഡിവോഴ്സ് ചെയ്തോ? ഇല്ല, സെപ്പറേറ്റഡ് ആണ്, അത്രേ ആയിട്ടുള്ളൂ.
ഞാനവിടെ എന്താ പറയുക, അവിടെ ഉള്ള സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് എൻ്റെ വീട്ടിൽ പോയി നിന്ന് ഞാൻ വാർണിംഗ് പോലെ കൊടുത്തിരുന്നു. ലൈക്ക് ഇനി ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിൽക്കില്ല എന്നുള്ള വാർണിംഗ് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ആളുടെ വിചാരം ഞാൻ പോയാൽ അതുപോലെ വരും എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല. ആള് നെക്സ്റ്റ് ഡേ ഞാൻ വരുന്ന സമയത്ത് ആളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കീ എടുത്ത് ലോക്ക് തുറന്ന് എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാം അത്യാവശ്യം എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്താണ് ആളുടെ അമ്മയും അപ്പം വരുന്നത്. അതെ, ബാംഗ്ലൂർക്ക് പോയി. എല്ലാവരും വരണത്. അപ്പോൾ കുട്ടി എവിടെയാണ് എന്നുള്ള പോലെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവുകയാണ്, എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചുകൂടായിരുന്നു എന്ന് ആളുടെ അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണെന്നുള്ളത് അറിഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത്. വീട്ടിലിങ്ങനെയാണ് പ്രശ്നം, രാവിലെ എനിട്ടാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും വീട്ടിൽ ഇത്രയും സീരിയസ് ആണ് പ്രശ്നം എന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്കും പോകണോടത്ത് ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ എന്താ പറയുക, ഇതുപോലെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടംപോലെ ന്യൂസ് കേൾക്കുന്നതാണ് ആ സമയത്ത്. കുറേ കുട്ടികളെ കൊല്ലുന്നു, ഭാര്യനെ കൊല്ലുന്നു, അങ്ങനെയെല്ലാം ന്യൂസ് ഒരുപാട് കേൾക്കുന്ന സമയത്താണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലും ഒരു സോഴ്സ് കാണേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അത് അവരുടെ താല്പര്യമാണ്. പിന്നെ അവരുടെ മകനെ ഇപ്പം ഞാൻ കുടിക്കണ കാര്യം എൻ്റെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നമുക്ക് പോവാം, അതിൻ്റെ എത്ര ചിലവായാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ അമ്മ പറഞ്ഞു നിങ്ങളുടെ മകളുടെ സുഖത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോന് ബലി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആള് ഒരിക്കലും നിർത്തില്ല. പിന്നെ അവർ പറയുന്നത് എന്താ വെച്ചാൽ ആണുങ്ങളായി കുടിക്കും. അപ്പോൾ മനസ്സിലാക്കാം. അല്ല ഇപ്പം ഹാപ്പി അല്ലേ? ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. മാധവി ഞാൻ തന്നെ പറഞ്ഞല്ലോ, മാധവി ആക്ച്വലി നമ്പൂതിരി കാസ്റ്റ് മീൻസ് അല്ല, അച്ഛൻ നായരാണ്. ഓ അല്ല, അമ്മ ആണ് ആര്യവൈശ്യ എന്ന് പറയും അമ്മയുടെ കാസ്റ്റ്, അവരുടെ കാസ്റ്റ്. ഓക്കെ. അല്ല ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം അച്ഛൻ്റെ വീട്ടുകാരും കേട്ട് എല്ലാവരുമായിട്ട് ഈ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അതിന് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നീട്. ഇല്ല. പക്ഷെ ഇപ്പം വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ എല്ലാവരും? ഉണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും അവർക്ക് പോവാറുണ്ട്. അവർ ഇൻസ്റ്റയിൽ കയറി നോക്കണ്ട, ബന്ധുക്കാർ തന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് പറഞ്ഞപ്പോഴത്തെ ഈ പല ട്രോളർമാരുണ്ടല്ലോ, ട്രോൾ ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർ ഈ വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ എന്താ മാധവിക്ക് തോന്നുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊരു വികാരമൊന്നും അവരോട് തോന്നിയിട്ടില്ല. ലൈക്ക് എന്താ പറയാ, ദേഷ്യവും വിഷമവും സങ്കടവും ഒന്നും തോന്നിയിട്ടില്ല. അവരിപ്പോ എന്താ പറയാ, റീച്ചുള്ള വീഡിയോ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എടുത്ത് റീമേക്ക് ചെയ്ത് ഇടുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും മാധവിനെ കേൾക്കുന്നതിന് മുന്നേ വരെ, ഈ കുറച്ച് മുന്നേ വരെ 10-27 വയസ്സേ ഉള്ളൂ കൊച്ചിന്. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നത്, എനിക്ക് പിന്നെ കഴിഞ്ഞ ഒരു 10 വയസ്സിനും കൂടെ ഒക്കെ മൂപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഞാനൊന്നും 4 അനുഭവിച്ചിട്ടുമില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഉള്ളൊരു പെയിൻ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആളുകളുടെയും ഫേസ് അതിനപ്പുറം വേറെയാണ്. അതായത് പറയും ജോക്കർ സിനിമയ്ക്ക് കോമാളി കരയാൻ പാടില്ല, അങ്ങനെ ഒരു ഡയലോഗ് തന്നെയുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു കേട്ടോ. നമ്മളെ പുറമേ നിന്ന് നോക്കുമ്പോൾ ക്ലീവേജ് ചേച്ചി, അതാണ് ഒരു ഇത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വാട്ട് എവർ ഇറ്റ് ഈസ്, സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കുന്നില്ലേ ചേച്ചി, എൻ്റെ വീട്ടിൽ നിറച്ച് ചക്കയുണ്ട്, ചക്ക മുറിക്കുന്നൊക്കെ, അപ്പൊ നല്ല രസം. പിന്നെന്താ മോനെ ഞാൻ കാണിച്ചാൽ അതെനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. വീഡിയോ എടുക്കല എന്തുമായിട്ട് ക്രിയേറ്റീവാണ്. പിന്നെ മാധവി അറിയാണ്ട് തന്നെ മാധവിയുടെ ഒരു വീഡിയോ ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അത് കോമഡിയാണെന്ന് പറയാം. അത് ഞാൻ അങ്ങനെയല്ല, മാധവി ചമ്മന്തി അരയ്ക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ഈ ചമ്മന്തി അരയ്ക്കുന്ന റീല് കണ്ടിട്ട് എനിക്കും ചമ്മന്തി അരയ്ക്കണം. സത്യം പറയട്ടെ, ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അമ്മയിൽ അരച്ചത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിൽ അമ്മയിൽ അരയ്ക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് അല്ല അമ്മയിൽ അരയ്ക്കണം. അപ്പൊ എനിക്ക് അമ്മയിൽ അരയ്ക്കാൻ കല്ലൊന്നുമില്ല, നമ്മളൊക്കെ ഇപ്പൊ മിക്സി ആയാലല്ല. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി ഈ റീല് ഞാൻ കണ്ടിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെന്നപ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ ചുമ്മാ പോയതാ, വെറുതെ പോയതാ. അപ്പൊ ഉണ്ട് അവിടെ അരകല്ല്, അത് കഴുകി തുടച്ച് ഞാനൊരു റീലിട്ടിട്ട് ഞാനിട്ട്. അതുകൊണ്ട് എനിക്ക് ചമ്മന്തി അരയ്ക്കാനത്, കുട്ടിക്ക് ചമ്മന്തി അരയ്ക്കാനതെന്ന് പറഞ്ഞ് ഞാനിട്ട്. അത് എനിക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിട്ടതാണ്, കോപ്പി അടിച്ചെന്ന് പറഞ്ഞ കേട്ടോ. ഇപ്പൊ മോളിപ്പോ എത്രയിലോ, 1-ലോ 2-ലോ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ. മോള് ആരാ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്? വീഡിയോ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ
ആർക്ക് എപ്പോഴാണോ സമയമുള്ളത് അവരെ വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് ട്രൈപോഡ് ഉണ്ട്. അല്ല, അവരെടുത്ത് തരുമ്പോ കൃത്യം ആംഗിളൊക്കെ വെച്ച് തന്നെ എടുക്കല്ലേ. നമുക്ക് എന്താ പറയാ, ആൾക്കാരെടുക്കുമ്പോഴും ട്രൈപോഡിലായാലും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ആൾക്കാരെടുക്കുകയാണെങ്കിലും എവിടെ കസാര വെച്ച് കയറ്റി നിർത്താനുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആൾക്കാരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. ആരാണോ എപ്പോഴാണോ അവൈലബിൾ ആയിരിക്കുന്നത് അവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. എന്നെ പെർട്ടിക്കുലർ പേഴ്സൺ ഒന്നുമില്ല. ഈ മെസ്സേജസ് ആദ്യം കണ്ടപ്പോ എന്ത് തോന്നി? ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയാത്തത് എൻ്റെ യൂസ്ഫുൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ അങ്ങനെ ജസ്റ്റ് ഞാൻ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ 2 തരമുണ്ട്. ഒന്നിൽ മനസ്സിലാവില്ല, ലൈക്ക് ആ ഒരു വേർഡ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വേറെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലിട്ട് അത് മലയാളത്തിലാക്കി അങ്ങനെയൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് മീനിങ് മനസ്സിലാവുന്നത്. ഇനി മാധവിക്ക് മെസ്സേജ് അയച്ചിട്ട് മാധവിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഇല്ല, അയച്ചോളൂ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു. എത്ര കഷ്ടപ്പെട്ട് ട്രോളർമാര് കുത്തിയിരുന്ന് എഴുതി അടിച്ച സാധനങ്ങൾ. ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഗ്രൂപ്പിൽ ഓരോ സ്റ്റിക്കറൊക്കെ മലയാളത്തിൽ, ഞാൻ പ്ലീസ് മലയാളത്തിൽ ഇടല്ലേ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല ഞാൻ പറയുന്നവരോട്. ഞാൻ സ്റ്റിക്കർ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട്. ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടല്ലേ, സൗഹൃദങ്ങളായി, ലൈഫ് സ്റ്റൈല് മാറി, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞിന് സൈക്കിള്, അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലേ, കുഞ്ഞിന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലേ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ വന്ന പിന്നെ ഒരുപാട് വലിയ വലിയ കണക്ഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. എന്താ പറയാ, നമുക്ക് എന്തിനും ഒരു ഈസി ആക്സസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുട്ടിയുടെ സൈക്കിളിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു 1 year ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ 5 വർഷം നിന്നിട്ട് ഈ 5 വർഷവും ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് വളരെ പറ്റിയിട്ടില്ല. അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വന്നതിന് നെക്സ്റ്റ് ഇയർ ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ ആൾക്കാരൊന്നും അധികം വിളിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അതുപോലെ അവളെ പ്രിൻസസ് ആക്കി ഒരുക്കി അല്ലേ. ഓക്കെ. ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ വിളിക്കാറുണ്ട്? ഇപ്പൊ അവരപ്പോഴേ ഓക്കെ ആയിരുന്നു. പിന്നെ അവരെല്ലാം സംസാരിച്ചു. പിന്നെ അധികം ഇങ്ങോട്ട് വരവൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ വല്ല ജോലിക്ക് പോകുന്നുണ്ടോ മാധവി? ഇല്ല, ഇപ്പൊ പ്രൊമോഷൻസ് തന്നെയാണ്. പ്രൊമോഷൻസ്. അപ്പൊ ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ കാണാറുണ്ട്. പ്രൊമോഷൻസിൽ ഇപ്പൊ എന്താ പറയാ, എനിക്ക് ഒരു 2 പ്രൊമോഷൻസ് ചെയ്താൽ എനിക്കൊരു മാസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും. പക്ഷെ നമ്മളിപ്പോ എന്താ പറയാ, ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ നമുക്ക് ചെലവും കൂടും. തീർച്ചയായും. പിന്നെ എന്റെ മോളുടെ ചെലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല, അത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, റീസെന്റ് ആയിട്ട് പിന്നെ മൊത്തം മാറി. ഇപ്പൊ കമ്പൻസിന്റെ ഇതില് സ്റ്റൈലേ മാറിയില്ല. ഇപ്പൊ ചാരിറ്റിയിലേക്ക് മാറി, പ്രൊമോഷൻസിലേക്ക് മാറി. ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ എൻ്റെ മോള് അവിടെ നിൽക്കുന്ന സമയത്ത് അവൾക്ക് എന്താ പറയാ, ഈ അച്ഛന്മാർ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റിന് മക്കൾക്ക് എപ്പോഴും ഒരു വിലയുണ്ടാവും. പക്ഷെ എൻ്റെ മോൾക്ക് അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അവൾക്ക് ലൈക്ക് മാറിപ്പോകുന്നതിന് ശേഷമാണ് അവൾക്കൊരു സൈക്കിള് അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന പോലെ ജീപ്പ്, ഇലക്ട്രിക്കിൻ്റെ എന്ത് വേണോ അതെല്ലാം അവൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. മുന്നേ ഉള്ള സമയത്ത് ഇതൊന്നും അവൾക്ക് മറ്റുള്ളവരുടെ കണ്ടിട്ട് അവരുടെ ഓടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ഇതായിരുന്നു. പറയുമ്പോൾ നമുക്കുള്ളതിൽ ജീവിക്കണം, ആ ഒരു ഡയലോഗാണ്. പക്ഷെ ഉള്ളതിൽ ജീവിക്കാനല്ല, നമുക്കൊരു ലൈഫേ ഉള്ളൂ. ഉള്ളതിൽ ജീവിക്കാം, പക്ഷെ നമ്മൾ ഉള്ളതിന്റെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു എഫേർട്ടും കൂടി ഇടണം. എഫേർട്ട് ഇടാണ്ട് ഉള്ളതിൽ ജീവിക്കാൻ പറയുന്നതിന് ഒരു കാര്യമില്ല. എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഫെയിലിയർ ആയാൽ വി ക്യാൻ അക്സെപ്റ്റ്. അത് എഫേർട്ട് എടുത്തല്ലോ, നമ്മൾ തോറ്റത് എഫേർട്ട് എടുത്തിട്ടാണല്ലോ എന്നെങ്കിലും പറയാൻ പറ്റും. പിന്നെ മാധവി, ഇപ്പം നെക്സ്റ്റ് ഇനി എന്താണ് പ്ലാനൊക്കെ? ഇനി പ്ലാൻ എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് പ്രൊമോഷൻസ് തന്നെയാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ മൂവിയുടെ കുറെ ചാൻസസ് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മൂവിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നില്ല ഇപ്പൊ പ്രസന്റ്. ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെയാണ്, ചാരിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ള ഒരു പ്ലാൻ. പിന്നെ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ കണ്ടിട്ട് എന്തെങ്കിലും ഹസ്ബൻഡ് വിളിക്കോ എടുക്കോ? അത് ആണെങ്കിൽ ആളുടെ വോയിസ് മെസ്സേജ് ആണ്. ഇപ്പൊ ബ്ലോഗ്ഡാണ്, ഇപ്പൊ അങ്ങനെ മെസ്സേജസ് ഒന്നും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ വരെയും ഈ ഞാൻ കമൻറ്റ് വായിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുമ്പോഴൊക്കെയും ആളുടെ ഭാഗത്തു നിന്നും വളരെ ബാഡ് വേർഡ്സും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. കുറേയൊക്കെ ഞാൻ എന്താ പറയുക, നമ്മൾ അത്രയും ആ ഒരു സമയത്ത് എങ്ങനെയാണോ നമ്മുടെ മെൻറ്റാലിറ്റി ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു റിയാക്ഷൻ ആയിരിക്കും ആൾക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു ഇത് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. ഓക്കെ. എന്താണെങ്കിലും സന്തോഷം സമാധാനത്തോടെ, ഈ ജീവിതം ഒന്നേ ഉള്ളൂ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക. നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രകൾ, ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഇഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഇതൊക്കെ ഉണ്ടാവട്ടെ ഇനി ഇത്ര നാളും. ഞാൻ എന്താ പറയാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയും യാത്ര പോകാൻ അങ്ങനെ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കുട്ടിയായിട്ട് പോകണം, അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല.
സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ലൈക്ക് കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലി ഇതൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയതല്ലാതെ എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ ആ ഒരു ആഗ്രഹം, ആ ഒരു ഇതേ എനിക്കില്ല ഇപ്പം. അപ്പോൾ ഇപ്പം ഞാനും മോളും മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യാനുള്ള സമയമുണ്ട്, അതിനുള്ള ഫ്രീഡം ഉണ്ട്. എന്താ പറയുക, ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ മൊത്തത്തിൽ മാറി. ലൈക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളെന്നുള്ളതിൽ ഉപരി എന്താ പറയുക ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും. മകൾക്ക് എന്താ പറയുക ഒരു കുറവ് ഉണ്ടാവാണ്ട്. അതെ, അവൾക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് എത്രയായാലും ഒരു അച്ഛൻ്റെ സ്നേഹം അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഒരു അമ്മ ഒരു കുറവുകളില്ലാതെ എങ്ങനെ നോക്കണം, ആ ഒരു ഇതിൽ ഒരു ലൈഫ് സ്റ്റൈലിനാണ് അവൾ പോകുന്നത്. അവൾക്കൊരു ലൈക്ക് വിഷമം ഇന്ന സാധനം ഇല്ല അല്ലെങ്കിൽ ഇന്ന കാര്യം ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. അവൾക്ക് എല്ലാം ഉണ്ട്. അവൾ വളരെ ഹാപ്പിയാണ് എൻ്റെ കൂടെ. എന്തെങ്കിലും മാധവിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾ വരട്ടെ ജീവിതത്തിലേക്ക്, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. മോളും ഭയങ്കര ഹാപ്പിയാണ്. നമുക്കും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാനത് അത്രയും സംസാരിച്ചത്. നമ്മൾ ഈ പുറമേ ഒന്നുമല്ല. ഈവൻ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എത്ര ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരായാൽ പോലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയി എന്ന് വിചാരിക്കുക, അപ്പോൾ കുട്ടിയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ മോൾക്ക് അതിനുള്ള രോഗം പോലും ഇല്ല. ലൈക്ക് കല്യാണം കഴിഞ്ഞ് ആളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗൾഫിലായിരുന്നു, ഒരു 1.5 വർഷം മുന്നേ വരെ. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടിക്ക് കൊടുത്തത് 1000 രൂപയാണ്. ഗൾഫിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും പെൻസിൽ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തത് 1000 രൂപയാണ്. അപ്പോൾ അത് മതി കുട്ടിക്ക് എന്നുള്ളൊരു, പറയുന്നത് കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഞാൻ ആവശ്യമുള്ളത് ചെയ്യട്ടെ. അവരുടെ പാരന്റ് നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു കാരണക്കാരായവർക്ക് ചെയ്യാൻ. പിന്നെ ഞാനതൊന്നും ഇപ്പൊ എക്സ്പെക്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അവര് തന്നാലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മോളുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി 4 പോത്തിനെ വളർത്താൻ പോയ മാധവിക്ക് എന്തും പറ്റും മാധവി. അപ്പം ഇനി എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുവരെയുള്ളതൊക്കെ ഓർമ്മപ്പെടുത്തി വിഷമിപ്പിച്ചെങ്കിൽ സോറി. എന്താണെങ്കിലും പരിചയപ്പെട്ടതിൽ എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു.